السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വിശുദ്ധ ഖുർആനിന്റെ വശമലർവാടിയിൽ പാടിപ്പറന്ന് ആ വോളം മതിൽ കരുന്ന മധുപങ്ങളെ ഗുരുവര്യരെ വരൂ നമുക്കൊരു യാത്ര പോകാം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ചരിത്ര കഥയുടെ പേരാണ് തീജ്വാലയിൽ പൂക്കുന്ന പനിനീർ പൂക്കൾ. അതെ, തീജ്വാലയിൽ പൂക്കുന്ന പനിനീർ പൂക്കൾ. സ്തുതികൾ ഒരായിരം അല്ലാഹുവിലർപ്പിക്കാം, അവനല്ലയോ ആരാധ്യൻ. സ്വലവാത്തും തസ്ലീമും തിങ്കൾ റസൂലിലും, അവരല്ലേ ഇഷ്കിൻ സൂര്യൻ. വരുമോ സഹോദരേ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ നൂറ്റാണ്ട് പിറകിലേക്ക്. വരദാനമായി വന്ന ഫുർഖാനിൻ വനികളിൽ ഇതളിട്ട സ്മൃതിയിലേക്ക്. നെഞ്ചം തകർക്കുന്ന അസ്ഹാബുൽ ഉഖ്ദൂദിൽ പീഡന നാളിലേക്ക്. ഇഞ്ചിഞ്ചായി ജൂതര വിശ്വാസി കൂട്ടത്തിൽ തീ തുപ്പിയ നാളിലേക്ക്. ശരിക്കൊന്ന് നോക്കൂ നിങ്ങൾ, കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് നജ്റാനിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ പ്രാചീന നഗരത്തിലേക്ക്. അത് കാണുന്നവരുടെ മാനസാന്തരങ്ങളാകെ ഭീതിയും മുൾക്കിടലും തികട്ടി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങിങ്ങായി തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുടെ ആഗമനത്തിനും 200 വർഷം മുമ്പ് നടന്ന സംഭവബഹുലമായ ചരിത്രം പറയാൻ വ്യാജാലമാവുകയാണ്. വരൂ നമുക്ക് കാതോർക്കാം. നജറാനിലെ ഒരു ഭൂമികയിലെ ഹജർ പോലും ഉരയും കഥകളെ കേൾക്കണേ കൽബാൽ പ്രിയരേ. നബിയോർ പറഞ്ഞ സിറേ. യൂസുഫ് ദൂനവാസ് രാജൻ ഭരണത്തിലിരിക്കും കാലം യാ റബ്ബി എന്ന് വിളിക്കാൻ വിശ്വാസി ഭയന്നൊരു കാലം. അഹങ്കാരമാണ് ആ രാജന്, ആരാധന വേണ്ട പകരന്. ജൂതമത വിശ്വാസിയായിരുന്ന യൂസുഫ് ദുനവാസ് എന്ന നമ്മുടെ കഥയിലെ രാജാവ് പ്രതാപിയും അഹങ്കാരിയുമായി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ലോകത്തിന് സമ്മാനിച്ച തൗറാത്തിന്റെ തുടർച്ചയുമായി കടന്നു വരുന്ന പ്രവാചകൻ ഈസാ നബിയിലും അവർ കൊണ്ടുവന്ന ഇഞ്ചീലിലും വിശ്വസിച്ച് ഏകനായ അല്ലാഹുവിന്റെ സംതൃപ്തി നേടാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചില്ല. എന്ന് മാത്രമല്ല, തന്റെ അധികാരത്തിന്റെ രക്തം വരിച്ച സിംഹാസനവും വെട്ടിത്തിളങ്ങുന്ന ചെങ്കോലും തനിക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് യൂസുഫ് ദുനവാസ് ഭയപ്പെട്ടുകൊണ്ടിരുന്നു. ആ ഇടക്കാണ് തന്റെ ദർബാറിലെ എല്ലാമായ മന്ത്രവാദി മഹാരാജാവിനെ സമീപിച്ച് ഇങ്ങനെ ഒരാഗ്രഹം മുന്നോട്ട് വെക്കുന്നത്. കേൾക്കൂ, എന്താണ് തന്റെ മന്ത്രവാദി മഹാരാജാവിനോട് മന്ത്രിക്കുന്നത്? ധീരനായ രാജന് എനിക്ക് താങ്കളോടുരത്തിടാൻ മനസ്സിലുണ്ട് കാര്യമൊന്നു കേൾക്കണേ. ധർമ്മസങ്കടത്തിലാണ് ഞാൻ, എനിക്ക് പ്രായമായി, എന്റെ ശേഷം മാന്ത്രികനായ ഒരുവനെ വേണേ. മഹാരാജനതാ വിളിച്ചൊരു ബാലനെയും മഹാമാന്ത്രികനിൽ നിന്ന് പഠിക്കാനൊരേയും. മിടുക്കനായി പഠിച്ചവൻ ഗുരുമൊഴിയേയും ഒടുക്കമാ നടുക്കിടും തുടക്കം വരെയും. മഹാരാജാവിന്റെ സിംഹാസനത്തിനരികിലേക്ക് വിനയത്തോടെ കടന്നു വരികയാണ് തന്റെ മന്ത്രവാദി. രാജാവിനെന്തോ വന്തികേട് തോന്നി. വിടർന്ന കണ്ണുകളോട് രാജാവ് ചോദിച്ചു, എന്താ പറയാനുണ്ടല്ലോ, നമുക്ക് വല്ല വിപത്ത് വരുന്നുണ്ടോ? തന്റെയും തന്റെ രാജ്യത്തിന്റെയും വിജയത്തിന് പിന്നിൽ ഈ മാന്ത്രികന്റെ വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന രാജാവ് മന്ത്രവാദിയോട് വന്ന കാര്യം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു. മന്ത്രവാദി പറഞ്ഞു തുടങ്ങി, അല്ലയോ മഹാരാജ, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് പ്രായമേറി വരികയാണ്. ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്. എന്റെ മരണത്തോടെ ഞാൻ ഇതുവരെ നാടിന് ചെയ്ത കാര്യങ്ങൾ തുടർന്ന് ചെയ്യാൻ ആളില്ലാതാവരുത്. അതുകൊണ്ട് അങ്ങേക്ക് ദയവുണ്ടാകണം, ഒരു യോഗ്യനായ കുട്ടിയെ എനിക്ക് വിട്ടുതരണം. അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി പാകതയും പക്വതയും സമന്വയിച്ച ഒരു ബാലനെ മന്ത്രങ്ങളും മന്ത്രവിധികളും പഠിച്ചെടുക്കാൻ രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. കാലം കാറ്റുവേഗത്തിൽ മുന്നോട്ട് ഗമിച്ചു. രാജാവിനെയും മന്ത്രവാദിയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടി അതിവേഗത്തിലെല്ലാം പഠിച്ചെടുത്തു. ആ ഇടക്കാണ് അപ്രതീക്ഷിതമായ മറ്റു ചില കാര്യങ്ങൾ സംഭവിച്ചത്. കണ്ട് കണ്ട് ദാഹജലമേ
തൗഹീദിൻ ഹാരം. മന്ത്രങ്ങളും മന്ത്രവിധികളും പഠിച്ച് രാജാവിന്റെയും മന്ത്രവാദിയുടെയും കണ്ണിലുണ്ണിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ വഴിയിൽ വെച്ച് ഒരു പുരോഹിതന്റെ പക്ഷി മനോഹരമായ സംസാരം കേൾക്കുന്നത്. ഏകദൈവത്തെ കുറിച്ച്, തൗറാത്തിനെ കുറിച്ച്, മൂസാ നബിയെ കുറിച്ച്, യഹോവയെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് എല്ലാം ഹൃദയത്തിൽ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിരുന്നു. അവൻ സത്യവിശ്വാസത്തിലേക്ക് എല്ലാം മറന്ന് ചെക്കേറുകയാണ്. നിത്യവും രാവിലെ മന്ത്രവിധി പഠിക്കാനിറങ്ങുന്ന അവൻ ഈ പുരോഹിതന്റെ ആശ്രമത്തിൽ നിത്യ സന്ദർശകനായി അങ്ങനെ കാലം ഗമിച്ചുകൊണ്ടിരുന്നു. നാട്ടിലൊരു ഭീകരജീവി ഇറങ്ങുന്ന വാർത്ത പരന്നു. പലരും പലവട്ടം ശ്രമിച്ചിട്ടും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആ ജീവിയെ നമ്മുടെ കുട്ടി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് കല്ലെറിഞ്ഞു കൊന്നു. അവൻ നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറി. പല അത്ഭുതങ്ങളും അവനിൽ നിന്ന് അവർ കണ്ടറിഞ്ഞു. കുഷ്ഠരോഗം പോലും സുഖപ്പെടുത്തുന്നു. രാജാവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അസുഖം മാറി വിശ്വാസം മാറിയത് അറിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേലെ മറിഞ്ഞത്. 8 ദിക്കും പൊട്ടിപ്പിളർക്കും ഉച്ചത്തിൽ മുഴങ്ങിയ ഇടിനാദം പോലെ രാജാവ് രംഗസത്യം തിരിച്ചറിയുകയായി. ഞെട്ടിത്തെറിച്ചവർ പെട്ടെന്ന് ഇടിനാദം പൊട്ടിപ്പിളരുമ്പോൾ രാജാവിന്റെ കാതിൽ പക കത്തിപ്പടരുന്നു. കരുതി കത്തുമ്പോൾ വെട്ടിമുറിക്കണ ധിക്കാരിതൻ തലയെന്ന് കൽപ്പിക്കുന്നു. റബ്ബിന്റെ നാമം മുഴക്കിട്ട് വിട്ടടോ എന്നും ആ കുട്ടി ഗർജിക്കുന്നു. മരച്ചോട്ടിൽ നിന്ന് മണ്ണൊഴുകി പോകും പോലെ തന്റെ പട പുതിയ മതത്തിലേക്ക് കുടിയേറുന്ന വാർത്ത ഞെട്ടലോടെയാണ് രാജാവ് അറിഞ്ഞത്. പിന്നൊട്ടും സമയം കളഞ്ഞില്ല. മതമിളകിയാനെ പോലെ രാജാവ് തന്റെ കിങ്കരന്മാരോട് അലറി വിളിച്ചു, അരടാ, എന്റെ നാട്ടിൽ, എന്റെ മണ്ണിൽ എന്നെ ധിക്കരിക്കാൻ മാത്രം ആണത്തമുള്ളവൻ വെട്ടിത്തുണ്ടുന്നുണ്ടോ? എല്ലാ കീടങ്ങളെയും വിളിക്കണ, ആ നശിച്ച പുരോഹിതനെ വിളിക്കണ, എന്നെ വഞ്ചിച്ച് ഞാൻ മന്ത്രവിദ്യ പഠിക്കാൻ പറഞ്ഞയച്ച നെരുന്ത് പയ്യനെ ജനമധ്യത്തിൽ വെച്ച് വെട്ടിമുറിക്കണം അവനെ. രാജാവ് കിടന്നലർന്നു. സബോധം നഷ്ടപ്പെട്ട പിശാചിനെ പോലെ തന്റെ കിങ്കരന്മാർ രാജാവിന്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ടിരുന്നു. പുരോഹിതന്റെ തലയെറുത്തു. പുതിയ മതത്തിലേക്ക് കുടിയേറിയ രാജാവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി. പക്ഷേ അത്ഭുതമേ അത്ഭുതം, നമ്മുടെ അത്ഭുതവാളിന് ഒരു വെട്ടുമേൽക്കുന്നില്ല. പഠിച്ച പണി 18 പയറ്റിയിട്ടും അവനൊരു പോറല് പോലുമില്ല. ഒടുവിൽ അവൻ തന്നെ പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് എന്നെ വധിക്കണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ പേരിൽ എന്നിൽ ആയുധം പ്രയോഗിക്കുക. അവനാണ് യഥാർത്ഥ ദൈവം. അവന് വേണ്ടിയാണ് എന്റെ ജീവിതവും എന്റെ മരണവും. ഒടുവിൽ പകയടങ്ങാത്ത രാജാവ് അവനെ തന്നെ അനുസരിക്കേണ്ടി വന്നു, അവന്റെ ജീവൻ എടുക്കാൻ. ശുഹദാക്കളായി മണ്ണിൽ അവർ വീഴുന്നു. സുഖലോക സ്വർഗത്തിൽ റൂഹണയുന്നു. തക്ബീർ ധ്വനി ചുറ്റും മുഴങ്ങിടുന്നു. ചുടുജ്വാലയിൽ സ്വർഗം അവർ നുണയുന്നു. അല്ലാഹുവിന്റെ നാമം കൊട്ടാരവട്ടത്താകെ പ്രകമ്പനം കൊള്ളിക്കുന്നു. കാഴ്ചക്കാരായി കൂടുന്നവരെല്ലാം രാജാവിന്റെ മതം വിട്ട് ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. പകയടങ്ങാത്ത രാജാവ് ഒരു വലിയ കിടങ്ങ് കുഴിച്ച് കത്തിയാളുന്ന തീയിൽ വെച്ച് സത്യവിശ്വാസികളെ അതിലിട്ട് കത്തിച്ച് ചാമ്പലാക്കാൻ പുലമ്പിക്കൊണ്ടിരുന്നു. അല്ലാഹുവാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ 10,000-ങ്ങളാണ് തീ കണ്ണമായി മാറിയത്. തീ കണ്ട് ചാടാൻ മടിച്ച ഉമ്മയോട് തന്റെ പിഞ്ചു പൈതൽ പോലും പറഞ്ഞു, ഉമ്മ, ക്ഷമയോടെ തീയിലേക്ക് എടുത്തു ചാടും ഉമ്മ, എന്നെയും കൊണ്ട് തീ ജ്വാലകൾക്കപ്പുറത്ത് ഞാൻ സുഖലോക സ്വർഗം കാണും ഉമ്മ. പ്രിയരെ, ഈ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ശാപം പേറുന്ന ആധുനിക അസ്ഹാബുൽ ഉഖ്ദൂദിൽ നിന്ന് അല്ലാഹു ഫലസ്തീനിലെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.